ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ അൽ ഹയ്യു, അതേപോലെ അൽ ഖയ്യൂം എന്നീ നാമങ്ങളാണ്. അൽ ഹയ്യു, അൽ ഖയ്യൂം എന്നീ നാമങ്ങൾ പ്രമാണവചനങ്ങളിൽ മിക്കതിലും ഒന്നിച്ച് ചേർത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ദുആകളിലാണ് എങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം, അതേപോലെ പ്രമാണവചനങ്ങളിൽ അൽ ഹയ്യുൽ ഖയ്യൂം ഇങ്ങനെ വന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ ചേർത്ത് പറയുന്നതിൽ ചില പൊരുളുകൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അൽ ഹൈ എന്ന നാമവും അതേപോലെ അൽ ഖയ്യൂം എന്ന നാമവും വേറെ വേറെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും തേട്ടവും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അൽ ഹൈ എന്ന നാമം അർത്ഥമാക്കുന്നത് ജീവിതം അത് സമ്പൂർണമായവൻ എന്നാണ്. കാമിലുൽ ഹയ, അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നുള്ളത് അത് പൂർണ്ണാർത്ഥത്തിലാണ്. ന്യൂനതകളോ കുറവുകളോ ഇല്ലാത്ത, ഇല്ലായ്മ മുൻകടക്കാത്ത, നാശമോ മരണമോ ഭവിക്കാത്ത ഹയാത്താണ്, ജീവിതമാണ് അള്ളാഹുവിൻ്റേത്. അതുകൊണ്ടാണ് അള്ളാഹു അൽ ഹൈ, എന്നെന്നും ജീവിക്കുന്നവൻ എന്ന പേര് തനിക്ക് പേരായി സ്വീകരിച്ചത്. പടപ്പുകൾ അവർക്കൊക്കെ അവരുടെ ഹയാത്തിന് മുമ്പ് ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ട്. പടപ്പുകൾ ആരായാലും അവരില്ലാത്തൊരവസ്ഥ മുൻകടന്നിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് അവരെ ജീവനിട്ട് അവർക്ക് ഉണ്മ പകരുകയാണ് ചെയ്തത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്മയേകി. അഗ്രേസരത്വം എന്ന പ്രത്യേകത അത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിനൊരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹയാത്തിന് നാശമോ മരണമോ ഇല്ല. പടപ്പുകൾക്ക് മരണമുണ്ട്, അവർക്ക് നാശവുമുണ്ട്. അൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ പേര് രണ്ട് അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയമേവ നിലനിൽക്കുന്നവനാണ്. അല്ലാഹു ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഖാമ ബിനഫ്സിഹി, അല്ലാഹു അവൻ പരാശ്രയമുക്തനാണ്, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. രണ്ടാമത്തേത് ഖയ്യൂം എന്ന് പറഞ്ഞാൽ അല്ലദീ ഖാമത് ബിഹി സമാവാതു വൽ അർദ് വമാ ഫീഹിമാ, വാനങ്ങളും ഭൂമിയും അവയിലുള്ളവയുമെല്ലാം, അള്ളാഹു ഒഴിച്ചുള്ള ഇതര പടപ്പുകളൊക്കെ, അള്ളാഹു ഒഴിച്ചുള്ളതെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്മ പകർന്നു, അള്ളാഹു അവരെ നിയന്ത്രിക്കുന്നു, നയിക്കുന്നു. അപ്പോൾ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം തേടുന്നു. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം നിലനിൽക്കുന്നു, അവൻ മറ്റുള്ളവരെ നിലനിർത്തുന്നു, അവനെ കൊണ്ടാണ് പടപ്പുകളെല്ലാം ആരായാലും അവ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അർത്ഥമാണ് അൽ ഖയ്യൂമിനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
ഹാദാ വമിൻ ഔസാഫിഹിൽ ഖയ്യൂമു വൽ ഖയ്യൂമു ഫീ ഔസാഫിഹി അംറാനി. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അൽ ഖയ്യൂം എന്നതായ അള്ളാഹുവിൻ്റെ പേര്. അൽ ഖയ്യൂം എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന് വിശേഷിപ്പിക്കുന്നത്. എന്താ? ഇഹ്ദാഹുമൽ ഖയ്യൂമു ഖാമ ബിനഫ്സിഹി വൽ കൗനു ഖാമ ബിഹി ഹുമൽ അംറാനി. രണ്ടിലൊന്ന്, അള്ളാഹു ഇതരരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ധന്യനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. രണ്ടാമത്തെ കാര്യം വൽ കൗനു ഖാമ ബിഹി ഹുമ അംറാനി. വൽ കൗൻ, പ്രപഞ്ചം, ഈ ഉലകം അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വയം പര്യാപ്തനാണ്, പടപ്പുകളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നു, അള്ളാഹുവാണ് അവയെ നിലനിർത്തുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫൽ അവ്വലു ഇസ്തിഗ്നാഉഹു അൻ ഗൈരിഹി വൽ ഫഖ്റു മിൻ കുല്ലിൻ ഇലൈഹി സാനി. രണ്ടാശയങ്ങളിൽ ഒന്നറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വയം പര്യാപ്തതയാണ്. രണ്ടാമത്തേത് അറിയിക്കുന്നത് അള്ളാഹുവിനെ എല്ലാവർക്കും ആവശ്യമാണ്, അള്ളാഹുവിലേക്ക് എല്ലാവരും ആശ്രിതരാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് അൽ ഖയ്യൂം എന്ന പേരുണ്ട്, അതേപോലെ അള്ളാഹുവിന് അൽ ഹയ്യ് എന്ന പേരുമുണ്ട്.